ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്നത്തെ നമ്മളുടെ അല്പനേരത്തെ ചിന്ത എന്ന് പറയുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 24-ാം വാക്യം. മത്തായി 7:24. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ഇന്നത്തെ നമ്മളുടെ ചിന്ത എന്ന് പറയുന്നത് വചനം പ്രമാണിക്കുന്ന ബുദ്ധിമാനായ മനുഷ്യൻ. വചനം പ്രമാണിക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്നത് പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള ഒരു മനുഷ്യനോട് തുല്യനാകുന്നു എന്നതാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്. യേശു പറഞ്ഞ ചില വചനങ്ങളൊക്കെയും തീർന്ന ശേഷമാണ് കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറയുന്നത്. അപ്പോൾ പാറമേൽ അടിസ്ഥാനമിട്ട ഉള്ള ഒരു വീടിന് തുല്യമാണ് വചനം പ്രമാണിക്കുന്നവരുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു വീട് പണിയുമ്പോൾ ആ വീടിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പാറമേൽ ആയിരിക്കും. ആഴത്തിൽ കുഴിയെടുത്ത് അതിന്റെ ഫൗണ്ടേഷൻ ഉണ്ടാക്കി ശക്തമായ പാറക്കല്ലുകൾ ഇട്ട് അതിന്റെ മേലാണ് ഒരു ശക്തമായ ഒരു വീട് പണിയുന്നത്. പാറ എന്ന് പറയുന്നത് ഘനമുള്ളതാണ്. ഘനവും കഠിനവുമായ ഒരു കാര്യമാണ് പാറ എന്ന് പറയുന്നത്. അങ്ങനെ കഠിനമായ ബലമുള്ള പാറയുടെ മുകളിൽ വീട് പണിയുന്നത് ഏത് പ്രകൃതിക്ഷോഭത്തിലും ശക്തമായിട്ട് നിലനിൽക്കുവാൻ വേണ്ടിയാണ്. അതാണ് ഒരു ബലമുള്ള ഒരു വീട് എന്ന് പറയുന്നത്. ഇവിടെ കാണുന്നത് ദൈവത്തിന്റെ വചനമനുസരിക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്നത് ഇതുപോലെ ബുദ്ധിയുള്ള ഒരു മനുഷ്യന് തുല്യമാണ്. ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവന് ദൈവത്തിന്റെ വചനം അനുസരിച്ച് മുൻപോട്ട് പോകാം. വചനമൊക്കെ തള്ളിക്കളഞ്ഞ് ആ മനുഷ്യന്റെ ജീവിത രീതിയിൽ തന്നെ മുന്നോട്ടും പോകാം. അപ്പോൾ രണ്ടു തരത്തിലുള്ള മനുഷ്യന്റെ വഴികളെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. കാരണം ഈ വചനത്തിന്റെ താഴെ പറയുന്നത് പാറമേൽ വീട് പണിയാത്ത മനുഷ്യൻ എന്ന് പറയുന്നത് അത് മണലിന്മേൽ വീട് പണിഞ്ഞ മനുഷ്യനെയാണ്. അപ്പോൾ മണലിന്മേൽ വീട് പണിഞ്ഞ മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത് വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, അതുപോലെ കാറ്റടിച്ചപ്പോൾ ആ മണലിന്മേൽ പണിത വീട് തകർന്നുപോയി. എന്നാൽ പാറമേൽ വീട് പണിഞ്ഞവർക്കോ അത് ബലമുള്ളതായി അവിടെ തന്നെ നിന്നു. അപ്പോൾ അടിസ്ഥാനം എന്ന് പറയുന്നത് ഏറ്റവും അത്യന്താപേക്ഷികമായ ഘടകമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം വചനവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ, ഈ വചനത്തിന്റെ ഒരു ഉപമയായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതം പാറമേൽ വീട് പണിഞ്ഞതാകാം, അല്ലെങ്കിൽ മണലിന്മേൽ വീട് പണിഞ്ഞതിന് തുല്യമാകാം. ഏത് വഴികളിൽ മേണയിലും തുല്യമാകാം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നവർ എന്ന് പറയുന്നത് അടിസ്ഥാനമുള്ളവരാണ്. അവരുടെ ആത്മീക ജീവിതം എന്ന് പറയുന്നത് വചനത്തെ ധിക്കരിച്ച് വചനത്തിൽ നിന്നും വ്യതിചരിച്ച് ജീവിക്കുന്നവർ എന്ന് പറയുന്നത് പാറമേൽ അടിസ്ഥാനമില്ലാത്ത ജീവിതമാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്ന ഏതൊരു മനുഷ്യനും ഭൂമിയിൽ ജീവിക്കുമ്പോൾ പാറമേൽ വീട് പണിഞ്ഞ ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനായിരിക്കണം. വചനം പ്രമാണിക്കുന്നവരായിരിക്കണം. അങ്ങനെയുള്ളവരാണ് ബുദ്ധിമാന്മാരായ മനുഷ്യർ എന്ന് പറയുന്നത്. വചനം പഠിക്കുമ്പോൾ പലരുടെ കഥകളും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. വചനത്തിന്മേൽ അടിയുറച്ചു നിൽക്കുന്ന അനേകം കഥാപാത്രങ്ങളെ നമുക്ക് വചനത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് ഒരു കാര്യം യോബിന്റെ പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യോബ് എന്ന് പറയുന്നത് വചനത്തിനകത്ത് അടിസ്ഥാനമുള്ള ഒരു വ്യക്തിയായിരുന്നു. യോബ് പല സ്ഥലങ്ങളിലും പ്രസംഗിക്കപ്പെടുന്ന ഒരു കഥാപാത്രമാണ്. എന്നാൽ നമ്മളുടെ ഇന്നത്തെ വചനവുമായിട്ട് നമുക്ക് തട്ടിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് യോബിന്റെ ജീവിതം തന്നെയാണ്. പാറമേൽ അടിസ്ഥാനമിട്ടതുപോലെയുള്ള തുല്യമായ യോബിന്റെ ജീവിതം. യോബിനെ കുറിച്ച് ദൈവം സാത്താനോട് പറയുന്നൊരു കാര്യമുണ്ട്. അവനെ പോലെ ഭൂമിയിൽ നിഷ്കളങ്കനായ വ്യക്തിയും നിർദോഷിയമായ വ്യക്തിയും ദോഷം വിട്ടകലുന്നവനായ വ്യക്തിയും ഭൂമിയിലില്ല.
ഭൂമിയിൽ ആരുണ്ട് എന്നാണ്. അപ്പോൾ പാറമേൽ അടിസ്ഥാനമിട്ടതിന് തുല്യമായ ആത്മീക ജീവിതമുള്ള ഒരു വ്യക്തിയായിരുന്നു ഇയ്യോബ് എന്ന് പറയുന്നത്. ഇയ്യോബിന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇയ്യോബിനെ ദൈവം മൃഗസമ്പത്തിലൂടെയും എല്ലാ രീതിയിലും ഏറ്റവും അനുഗ്രഹിച്ച് ഉയർത്തി. എന്നാൽ ഇയ്യോബിന്റെ ജീവിതത്തിൽ കുഷ്ഠം ബാധിക്കുമ്പോൾ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. അങ്ങനെ ഇയ്യോബിന്റെ ജീവിതം പൂർണ്ണമായി തകർന്നു എന്ന് പറയാൻ കഴിയുകയില്ല. കാരണം ഇയ്യോബിന്റെ ജീവിതം പാറമേൽ അടിസ്ഥാനമിട്ട ഒരു ബുദ്ധിയുള്ള മനുഷ്യന് തുല്യമായിരുന്നു. അപ്പോൾ കുഷ്ഠരോഗം ബാധിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും അവനെ തള്ളിപ്പറഞ്ഞു, അവനൊരു വിലയുമില്ലാത്തവനായി. എന്നാൽ അവൻ ദൈവവചനത്തിൽ ഉറച്ചു യഹോവയെ കുറിച്ച് തന്നെ നല്ലത് പറഞ്ഞു. അതുകൊണ്ട് യഹോവ തന്നു, യഹോവ എടുത്തു എന്നുള്ള രീതിയിൽ തന്നെ ഇയ്യോബ് ഉത്തരം പറഞ്ഞു. അപ്പൊ ഇവിടെ കാണുന്ന ഇയ്യോബിന്റെ ജീവിതത്തിന്റെ അടിയുറച്ച വിശ്വാസമാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പിന്നീട് ഇയ്യോബിനെ ദൈവം ശക്തമായി അനുഗ്രഹിച്ച് ഒരു ചുഴലിക്കാറ്റിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു. ഇയ്യോബിനെ ഏറ്റവും സമൃദ്ധിയായി പഴയതിനേക്കാൾ ഇരട്ടിയായി അനുഗ്രഹിച്ചു. ഇവിടെ കാണുന്നത് പാറമേൽ അടിസ്ഥാനമിട്ട മനുഷ്യന് തുല്യമാണ് ഇയ്യോബിന്റെ ജീവിതം എന്ന് പറയുന്നു. വൻമഴ ചൊരിഞ്ഞു. അതുപോലെ തന്നെ അതിനോട് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നദി എന്ന് പറയുന്ന കരകവിഞ്ഞൊരുങ്ങുന്ന അവസ്ഥ. പിന്നീട് കാറ്റ് ഇതൊക്കെ അടിച്ചപ്പോൾ ആ ഭവനം തകർന്നില്ല. ഇതാണ് ബുദ്ധിയുള്ള മനുഷ്യൻ. ഇയ്യോബിന്റെ ജീവിതത്തിനകത്ത് തനിക്ക് കുഷ്ഠരോഗം അതൊരു വൻമഴയ്ക്കും കാറ്റിനും തുല്യമായി ആഞ്ഞടിച്ചപ്പോൾ ഇയ്യോബിന്റെ ജീവിതം എന്ന് പറയുന്നത് പാറമേൽ അടിസ്ഥാനമുള്ള ഒരു ജീവിതത്തിന് സമമായതുകൊണ്ട് ഇയ്യോബിന്റെ ജീവിതം തകർന്നില്ല. നമുക്ക് മനസ്സിലാക്കുന്നത് വചനത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിത്വത്തെ കുറിച്ചാണ്. ഈ വചനങ്ങളൊക്കെയും യേശു ക്രിസ്തു പറയുന്നത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ ഉറച്ചിരിക്കണം. ഒരു വീടിന്റെ ഫൗണ്ടേഷൻ പാറക്കല്ലാണെങ്കിൽ നമുക്കറിയാം ക്രിസ്തു എന്ന് പറയുന്നത് ഒരു അടിസ്ഥാനമായ ഘടകമാണ്. ഒരു ആത്മീക ജീവിതത്തിന്റെ മൂലക്കല്ലിന് സമമാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. വചനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, തള്ളിക്കളഞ്ഞ കല്ലുകൾ മൂലക്കല്ലായി തീർന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് ജീവിതത്തിനകത്ത് ഒരിക്കലും നമ്മൾ ക്രിസ്തുവിനെ തള്ളിപ്പറയരുത്. ക്രിസ്തു എന്ന് പറയുന്നത് ഒരു മൂലക്കല്ലിന് സമമാണ്. ക്രിസ്തുവിനെ പാറയോടാണ് ഉപമിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവാവും പാറ എന്ന് പറയുന്നത് അങ്ങനെയാണ്. പിളർന്നതാം പാറയിൽ നിന്നിൽ ഞാൻ മറയട്ടെ എന്ന് ചില പാട്ടുകളിനകത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പൊ പിളർന്നതാൻ പാറ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിക്കുന്നതാണ്. പാറ എന്ന് പറയുന്ന അടിസ്ഥാനമുള്ളതാണ്. നമ്മുടെ ആത്മീക ജീവിതം രക്ഷകനായ ക്രിസ്തു എന്ന് പറയുന്ന പാറയിൽ അടിസ്ഥാനമിട്ടതായിരിക്കണം. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പാറമേൽ അടിസ്ഥാനമിട്ട ജീവിതം എന്ന് പറയുന്നത് ബലമുള്ളതാണ്. അത് പ്രതികൂലം വരുമ്പോൾ തകർക്കുന്നതല്ല. ഇയ്യോബിന്റെ ജീവിതത്തിനകത്ത് പ്രതികൂലം അടിച്ചെങ്കിൽ അത് ഇയ്യോബിനെ തകർക്കുന്നില്ല. കാരണം ഇയ്യോബിന്റെ ജീവിതം ദൈവവചനത്തിൽ അടിയുറച്ചതായിരുന്നു. അതുകൊണ്ട് കാറ്റടിച്ചപ്പോൾ ഇയ്യോബിന്റെ ജീവിതത്തിന് ഒന്നും സംഭവിച്ചില്ല. ഇരട്ടിയായി പിന്നീട് ഇയ്യോബിന്റെ ജീവിതത്തിനകത്ത് അനുഗ്രഹം വരുന്നതായിട്ടാണ് കാണുന്നത്. കാരണം നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും അടിയുറച്ച ആത്മീയ ജീവിതം. ഇത് നമ്മളോട് പറയുന്നൊരു കാര്യമാണ്. നമ്മുടെ ജീവിതം എത്രമാത്രം അടിയുറച്ചതാണ് യേശു ക്രിസ്തുവിൽ. എങ്ങനെയാണ് ഈ ഫൗണ്ടേഷൻ നമ്മുടെ ആത്മീക ജീവിതത്തിനോട് തുല്യമായി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആത്മീക ജീവിതത്തിന് ഒരു ഫൗണ്ടേഷൻ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ക്രിസ്തുവാകുന്ന മൂലക്കല്ലിലൂടെയാണ്, ദൈവത്തിന്റെ വചനത്തിലൂടെയാണ്. ദൈവവചനം നമ്മുടെ ഹൃദയത്തിനകത്ത് സംഗ്രഹിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ആത്മീക ജീവിതം ക്രിസ്തു എന്ന മൂലക്കല്ലിൽ അടിസ്ഥാനപ്പെട്ടതായിരിക്കും. ക്രിസ്തു നമ്മുടെ അകത്തുണ്ടെങ്കിൽ സാത്താന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് വിജയിക്കുവാൻ കഴിയും. സാത്താൻ പല പരീക്ഷണങ്ങളിൽ കൊണ്ടുവരും. അത് വൻമഴയ്ക്കും അതുപോലെ പൊങ്ങി വരുന്ന നദിക്കും കാറ്റിനും തുല്യമായി ഒരു പക്ഷെ തോന്നിയേക്കാം. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിനകത്ത് സംഗ്രഹിക്കുന്നു എങ്കിൽ നമുക്കതിനെ വിജയിപ്പിക്കുവാൻ സാധിക്കുന്നു.
അതുപോലെ തന്നെ മണലിന്മേൽ വീട് പണിഞ്ഞ മനുഷ്യൻ എന്ന് പറയുന്നത് ബുദ്ധിയില്ലാത്ത മനുഷ്യൻ. അവൻ വചനത്തിനകത്ത് അടിസ്ഥാനപ്പെടാത്ത മനുഷ്യനാണ്. നമുക്കറിയാം, യൂദ എന്ന് പറയുന്ന യേശുവിന്റെ ശിഷ്യൻ, യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരുത്തൻ എന്ന് പറയുന്നത് യൂദായാണ്. ഈ യൂദ അവസാന നിമിഷത്തിൽ പ്രലോഭിപ്പിക്കപ്പെടുകയാണ്. സാത്താനാൽ പ്രലോഭിപ്പിക്കപ്പെട്ട് ധനത്തിന്റെ ചിന്തകൾ കൊണ്ട് യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തു. അങ്ങനെ ഒറ്റിക്കൊടുത്തു കഴിഞ്ഞപ്പോൾ യേശുവിനെ പിടിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കാണുവാൻ സാധിക്കുന്നു. എന്താണ് കർത്താവ് യേശു ക്രിസ്തുവിനെ യൂദ ഒറ്റിക്കൊടുക്കാൻ കാരണം? അവന്റെ അകത്ത് പിശാച് കയറി. അവന്റെ ജീവിതത്തിനകത്ത് ഒരടിസ്ഥാനമില്ല. 30 വെള്ളിക്കാശിന് ഒറ്റുകൊടുത്തു എന്ന് പറഞ്ഞാൽ പണത്തെക്കുറിച്ചുള്ള ചിന്ത കാരണം യൂദയുടെ ഹൃദയം കഠിനമായി മാറി. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന യൂദയുടെ ജീവിതത്തിനകത്ത് ദൈവവചനത്തിൽ ഒരു ശക്തമായ ഒരു അടിസ്ഥാനമില്ലായിരുന്നു. അങ്ങനെ യൂദ യേശുവിനെ തള്ളിപ്പറഞ്ഞു. ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് മറ്റൊന്നുമല്ല, വചനത്തിൽ അടിസ്ഥാനമില്ലാത്ത മനുഷ്യൻ എന്ന് പറയുന്നത് മണലിന്മേൽ വീട് പണിഞ്ഞ ബുദ്ധിയില്ലാത്ത മനുഷ്യനെ പോലെയാണ്. അപ്പോൾ മണലിന്മേൽ വീട് പണിഞ്ഞ മനുഷ്യർ എന്ന് പറയുന്നത് ബുദ്ധിയില്ലാത്തവരാണ്. അങ്ങനെ കൊടുങ്കാറ്റടിക്കുമ്പോൾ, പേമാരി പെയ്യുമ്പോൾ, നദികൾ പൊങ്ങുമ്പോൾ മണലിന്മേൽ ഉള്ള വീട് തകർന്നതുപോലെ യൂദയുടെ ആത്മീക ജീവിതം ഒരു തകർച്ചയിൽ എത്തുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം അവൻ തന്റെ കർത്താവിനെ തള്ളിപ്പറഞ്ഞു. അവന്റെ ജീവിതത്തിന് അത് വചനമെന്ന അടിസ്ഥാനമില്ല, പാറക്കല്ലുകൾ കൊണ്ട് അടിസ്ഥാനമില്ലാത്ത ഒരവസ്ഥയ്ക്ക് തുല്യമായിരുന്നു യൂദയുടെ ജീവിതം എന്ന് പറയുന്നത്. മണലിന്മേൽ അടിസ്ഥാനപ്പെട്ട് വീട് പണിതവനെ പോലെയായിരുന്നു യൂദാസ് എന്ന് പറയുന്നത്. അങ്ങനെ യൂദ ഒറ്റിക്കൊടുത്തു. അവസാനം യൂദായ്ക്ക് വന്നത് എന്താണ്? ഉന്മൂലനാശം. പിന്നീട് യൂദ പശ്ചാത്തപിച്ചു. അങ്ങനെ യൂദ എന്താ പറയുന്നേ, കെട്ടിത്തൂങ്ങി ചാകുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ യൂദായുടെ ആത്മീക ജീവിതം അവിടെ അവസാനിക്കുന്നു. അങ്ങനെ യൂദാസ് മരണപ്പെട്ടു. തന്റെ ജീവിതത്തെ താൻ തന്നെ കൊന്നു. കാരണം എന്താണ്? മണലിന്മേൽ അടിസ്ഥാനപ്പെട്ട ജീവിതത്തിന് തുല്യമായിരുന്നു യൂദാസിന്റെ ജീവിതം എന്ന് പറയുന്നത്. അടിസ്ഥാനമില്ല. ക്രിസ്തു എന്ന മൂലക്കല്ലുകൾ കൊണ്ട്, അല്ലെങ്കിൽ ക്രിസ്തു എന്ന പാറയാൽ അടിസ്ഥാനമില്ലാത്ത ഒരവസ്ഥയായിരുന്നു യൂദാസിന്റെ ജീവിതം എന്ന് പറയുന്നത്. ആ ജീവിതത്തിന് അങ്ങനെ അവൻ മുന്നോട്ട് പോയപ്പോൾ അവന്റെ ജീവിതത്തിന് നാശം വന്നു. ഇവിടെ കാണുന്നത് ദൈവത്തിന്റെ വചനത്താൽ നമ്മൾ അടിസ്ഥാനപ്പെട്ടിരിക്കുകയാണോ? വാസ്തവത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് ഇരിക്കുന്നില്ല എങ്കിൽ നമ്മളുടെ ആത്മീയ ജീവിതം മണലിന്മേലായിരിക്കും. അതുകൊണ്ട് യൂദാസിനെ പോലെ മനുഷ്യൻ അവസാനം തകർച്ചയിൽ ഒരു പക്ഷേ എത്തിച്ചേരാം. അതുകൊണ്ട് മണലിന്മേൽ വീട് പണിയുന്ന ബുദ്ധിയില്ലാത്ത മനുഷ്യന് നമ്മൾ തുല്യരാകരുത് എന്നുള്ള പഠനമാണ് യൂദയുടെ ജീവിതത്തിന്റെ ഒരു വലിയ നിഴലിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ കണ്ടത് 2 മനുഷ്യനെയാണ്. ഒന്നെന്ന് പറയുന്നത് പാറമേൽ അടിസ്ഥാനമുള്ള വീടിന് ഉണ്ടാക്കിയ മനുഷ്യന് സമം. ഒന്നെന്ന് പറയുന്നത് മണലിന്മേൽ അടിസ്ഥാനപ്പെട്ട വീടുണ്ടാക്കിയ മനുഷ്യൻ സമം. ഈ 2 മനുഷ്യന് സമം എന്ന് കാണിക്കുന്നത്, ഒന്നാമത്തെ മനുഷ്യൻ എന്ന് പറയുന്നത് വചനത്തിന്റെ അടിസ്ഥാനമിട്ടത് ആളെ. അങ്ങനെയുള്ളവരാണ് പാറമേൽ അടിസ്ഥാനം. വചനത്തിൽ അടിസ്ഥാനമില്ലാത്തവരാണ് മണലിന്മേൽ വീട് പണിയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്നത്തെ ലഭിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് ഇയ്യോബിനെ പോലെ വചനത്തിൽ അടിസ്ഥാനമിട്ടവരായിരിക്കണം നാം. യൂദായെ പോലെ വചനത്തിൽ അടിസ്ഥാനപ്പെടാതെ ജീവിക്കുന്നവരായിരിക്കരുത് നാം എന്നുള്ളൊരു വലിയ സന്ദേശമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനമനുസരിക്കുന്നവർ ബുദ്ധിയുള്ള മനുഷ്യന് തുല്യമാണ്. അതാണ് ഇന്നത്തെ നമ്മുടെ സന്ദേശം. അതുകൊണ്ട് ഈ വചനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.